ആനവക്കാരുടെ പുന്നാര മോളിന്റെ പുന്നാര മോളാ. എന്റെ ഉപ്പുപ്പാക്കൊരു ആനുണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. എന്റെ ഉപ്പനെ കെട്ടാൻ വന്നപ്പോ അയിമലാ എന്റെ പൊന്നാരാനേ. ഇതാണ് ഭാഗ്യമറുക. ഇവളുടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം ഹജ്ജിന് പോകാൻ. ഇവളുടെ കല്യാണത്തിന് ബാപ്പാട് മറ്റേ അയിമക്കാക്കയുടെ കൂട്ടര് കൂടിയില്ലേലും ഇവളുടെ കല്യാണം നടക്കും. ഞാനേ ആനബക്കാരുടെ പുന്നാര മോളിന്റെ പുന്നാര മോളാ. ബാപ്പ വരുന്നുണ്ട്. എല്ലാം പോയി. എല്ലാം കൊണ്ടുപോയി. നമ്മൾ കേസ് തോറ്റു. നാളെ തന്നെ ഈടം കയറാൻ പടച്ചോന്റെയും മുത്തുനബിയുടെയും വിധി. ഒരു നേരത്തെ നിസ്കാരവും ഒഴിച്ചിട്ടില്ല, നോയമ്പും കിട്ടും. എന്റെ പൊന്നാരുമ്മ, എന്തെങ്കിലും ഒരു പണി ചെയ്തൂടെ? വാപ്പ കാത്തിരിക്കുന്നു. പിറന്നാൾ തീ പിടിപ്പിക്കാനെങ്കിലും അറിയണം. ഞാനേ ആനബക്കാരുടെ പുന്നാര മോളിന്റെ പുന്നാര മോളാ. എന്റെ ഉപ്പുപ്പാക്കൊരു ആനുണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. എടി, ഇതിന് നാവൊന്നടക്ക്, അല്ലെങ്കിൽ മൂക്കിൽ കൂടി വലിച്ചു കേറ്റോ. എന്റെ പൊന്നും ഒന്ന് ചുമ്മാതിരിക്കും. എടി, ചൂടുവെള്ളം അണപ്പിയോ? ആ ഉമ്മ, ചൂടുവെള്ളം അണപ്പി. ഉമ്മ, ഞാൻ ഒന്ന് അപ്പുറത്ത് പോട്ടെ, പുതിയ താമസക്കാരൻ വന്നിട്ടുണ്ട്. അധികം താമസിക്കരുതട്ടോ. ആ സുന്ദരി, നിന്റെ പേരെന്താ? എന്റെ പേര് സുന്ദരി എന്നല്ല, കുദ്ദൂസേ സുന്ദരി എന്ന് പറയണം. ആട്ടെ, പേരെന്താ? കുഞ്ഞുപാത്തുമ്മ, എന്നെന്തിനാ കുദ്ദൂസ് എന്ന് വിളിച്ചത്? അങ്ങനെയല്ല, നീ എന്തിനാണ് എന്നെ കുദ്ദൂസ് എന്ന് വിളിച്ച? അങ്ങനെ പറയണം. പെണ്ണിന്റെ മര്യാദയാണ് കുദ്ദൂസ്. എന്റെ ഇക്കാക്ക പറഞ്ഞതാ. എന്റെ ഇക്കാക്കാന്റെ പേരെന്താ? നിസാർ അഹ്മദ്. പെണ്ണിന്റെ പേരെന്താ? ആയിഷ. ഓള് മുസ്ലിങ്ങളല്ല, ആനബക്കാരുടെ മോളാ പറയുന്നേ. തലയിൽ പൂ വെച്ചേക്കുന്ന, കാതിൽ കമ്മലും ഇല്ല. ബാപ്പ, എന്നെ എന്താ എഴുത്ത് പഠിപ്പിക്കാനാ? എഴുത്ത് പഠിപ്പിച്ചിട്ട് എന്നെ കാഫിറാക്കാനാ? മുസ്ലിം പെണ്ണും അങ്ങോട്ടൊന്നും ചോദിക്കരുത്, അനുസരിക്കാൻ മാത്രം പാടുള്ളൂ. പാച്ചു ഒന്ന് എത്തിക്കൂടെ? അല്ല, ഇത് ആര്യ പാച്ചു ആരാ വന്നേക്കുന്നേന്ന് നോക്കിയേ. അയിമതോ? അയിമതല്ല, നിസാർ അഹമ്മദ്.